കോട്ടയം വെള്ളൂരിൽ കുറുവാ സംഘം എത്തിയതായി പോലീസിന് സൂചന. ഇവർ വെള്ളൂരിൽ ഒളിത്താവളത്തിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. വെള്ളൂരിൽ ഇവർ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ 24ന് ലഭിച്ചു. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഇത് ഏത് ദിവസത്തെ ദൃശ്യങ്ങളാണ്? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? ഉന്മേഷ്, ഇന്ന് പുലർച്ചെ 5:30യോടുകൂടി കോട്ടയം ജില്ലയിലെ വെള്ളൂർ എന്ന സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട കവലയുടെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങളാണിത്. പക്ഷേ ഈ വെള്ളൂരിൽ എവിടെയും ഈ കുറുവാ സംഘം എത്തി മോഷണം നടത്തിയതിന്റെ അല്ലെങ്കിൽ മോഷണ ശ്രമം നടത്തിയതായിട്ടുള്ള പരാതികളോ മറ്റു സംഭവങ്ങളോ പോലീസിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നിലവിൽ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലും എറണാകുളം ജില്ലയിലും അടക്കം ഈ കുറുവാ സംഘത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. അങ്ങനെ സമീപ ജില്ലകളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അത് കണക്കാക്കിയാണ് സമീപ ജില്ലകളിലെ ഇത്തരം CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു തുടങ്ങിയതും. ഇങ്ങനെ വെള്ളൂരിൽ ഇവർ എത്തിയത് അത് നടത്തുന്ന സമയത്ത് ഇവർ ഉപയോഗിക്കുന്ന വസ്ത്രം കൂടിയാണ് അണിഞ്ഞിട്ടുള്ളത്. ഇത് കുറുവാ സംഘത്തിൽപ്പെട്ട ആളാണെന്ന് കൂടി പോലീസ് ഏകദേശം ഉറപ്പിക്കുന്നുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് പുന്നപ്രയിൽ, മണ്ണഞ്ചേരിയിൽ, ചേർത്തലയിൽ, കായംകുളത്തെത്തിയ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ ഏകദേശം രൂപസാദൃശ്യമുള്ള ഒരാളാണ് ഈ വെള്ളൂരിലും വന്നിരിക്കുന്നതെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി ഈ വിവരം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയെ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ആ ഗൗരവത്തിൽ കണക്കാക്കി നാളെ മുതൽ അല്ലെങ്കിൽ ഈ സമയത്തിനകം തന്നെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു കുണ്ടന്നൂർ പാലത്തിന് താഴെ താമസിച്ചിരുന്ന ഈ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകൾ, അതായത് നിലവിൽ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സന്തോഷ് സെൽവം, ഒപ്പം തന്നെ പോലീസ് വിട്ടയച്ചിട്ടുള്ള മണികണ്ഠൻ അടക്കമുള്ള ആളുകൾ താമസിച്ചിരുന്ന ഈ കുണ്ടന്നൂർ പാലത്തിന് താഴെയാണ്. അതുകൊണ്ട് ഇവരുടെ വീട്ടുകാർ, മറ്റു കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകളെ അവിടെ നിന്നും നാട്ടുകാരും പോലീസും ചേർന്ന് മാറ്റിയിട്ടുണ്ട്. ആ കുണ്ടന്നൂർ പാലത്തിന് അവിടെ അവർ അതിക്രമിച്ച് താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരെ മാറ്റുക എന്ന രീതിയാണ് പോലീസ് അവിടെ ചെയ്തിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ ജില്ലയിൽ നിന്നും തണ്ണീർമുക്കം ബണ്ട് വഴി ഇവർ വെള്ളൂരിലേക്ക് പോയതായിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ വെള്ളൂർ ഭാഗത്തു നിന്നും ഇവരെ ഈ കുറുവാ സംഘം എന്ന ഉറപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ആലപ്പുഴയിൽ മാത്രമല്ല എറണാകുളത്തും ഇപ്പോൾ കോട്ടയത്ത് കൂടി ഈ കുറുവാ സംഘത്തിന്റെ ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ കഴിഞ്ഞ സീസണിൽ പാല, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ കുറുവാ സംഘം വന്നതായി സ്ഥിരീകരിക്കപ്പെടുകയും അവിടെ ആ സമയത്ത് കേസിൽ പെടുകയും, അതായത് മോഷണ സംഭവം ഉണ്ടാകുകയും ആ മോഷണ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് സന്തോഷ് സെൽവം. അതേ സന്തോഷ് സെൽവം തന്നെയാണ് നിലവിൽ ഇപ്പോൾ മണ്ണഞ്ചേരിയിലെ കേസിൽ പിടിയിലായിട്ടുള്ളത്. അങ്ങനെ ഈ ആലപ്പുഴയിലെ കുറുവാ സംഘത്തിൽപ്പെട്ട വന്നിട്ടുള്ള ചില ആളുകൾ കോട്ടയം ജില്ലയിലേക്ക് കടന്നു. അവർ വെള്ളൂരിൽ എത്തിയതായിട്ടുള്ള തെളിവാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ വെള്ളൂരിൽ ഇവർക്ക് പരിചയമുള്ള, നേരത്തെ ഇവരുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ ചിലർ ഇവർക്ക് ഒളിത്താവളം ഒരുക്കി കൊടുക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. സാധാരണ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇവർക്ക് വന്നാൽ, പോലീസ് ഇവരെ തിരഞ്ഞു നടന്നാൽ എത്രയും വേഗം തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് ദിവസം എവിടെയെങ്കിലും ഒരു ഒളിത്താവളത്തിൽ ഒരാഴ്ചയോളം കഴിയുക, പോലീസിനെ അത് ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുക, പിന്നീട് പോലീസ് സംഘം ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ വേറെ രീതിയിലേക്ക് പോകുമ്പോഴായിരിക്കും ഇവർ സ്വന്തം നാട്ടിലേക്ക് കടക്കുക. അങ്ങനെ വെള്ളൂരിൽ എവിടെ ഒരു ഒളിത്താവളത്തിൽ ഇവരെ ഉണ്ട് എന്നുള്ള രഹസ്യ വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കോട്ടയം വെള്ളൂരിൽ നടത്തുന്നത്. ഉന്മേഷ്, മനീഷ്, ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ അവരുടെ സാന്നിധ്യം, അതിനുശേഷം വടക്കൻ പറവൂരിൽ, ഇപ്പോൾ ഈ കോട്ടയത്തേക്ക്, അതായത് ഇപ്പോൾ എത്ര സംഘങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലുണ്ട് എന്നാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ ഉറപ്പിക്കുന്നത് മനീഷ്? കൃത്യമായിട്ടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യം അന്വേഷണ സംഘം നടത്തിയ ശേഷമായിരുന്നു ആലപ്പുഴ DYSP ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് 14 പേർ ഈ സംഘത്തിൽ ഉണ്ടെന്നാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. അതിൽപ്പെട്ട ഒരാൾ പ്രധാനിയാണ് ഈ പറയുന്ന സന്തോഷ് സെൽവം. പക്ഷേ പിന്നീട് ഈ സംഘത്തിൽ ഉള്ള 7 or 8 പേർ സീനിയർ ആയിട്ടുള്ള ആളുകളാണ്. അതായത് കുറുവാ സംഘത്തിൽ നേരത്തെ മുതൽ വളരെ ഒരുപാട് തവണ കേസുകളിൽ പെടുകയും ആലപ്പുഴയിലും കോട്ടയത്ത് അടക്കമുള്ള കേരളത്തിലെ പല ജില്ലകളിൽ ഇതിനു മുമ്പ് മോഷണം നടത്തിയിട്ടുള്ള ആളുകളാണ്. ഈ പുന്നപ്രയിൽ എത്തിയിട്ടുള്ളത് സീനിയർ സംഘമാണെന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. വടക്കൻ പറവൂരിൽ എത്തിയതും ഈ സീനിയർ സംഘമാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമായിട്ടുള്ള CCTV
CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 50-നും 60-നും ഇടയിൽ പ്രായം ഉള്ള വേലൻ, പശുപതി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ നേരത്തെ പാലായിലും കോട്ടയത്തും ഒക്കെ തന്നെ ഈ മോഷണ കേസിൽ പ്രതികളായിട്ടുള്ളവരും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പശുപതി അല്ലെങ്കിൽ വേലൻ തുടങ്ങിയ ആളുകൾ ഈ 14 പേരിൽ ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. ഇതിനു മുൻപ് പല സ്ഥലങ്ങളിലും മോഷണം നടത്തി ദിവസങ്ങളോളം, മാസങ്ങളോളം പോലീസിൽ നിന്ന് ഒളിച്ചു താമസിച്ചു കഴിഞ്ഞ ഹിസ്റ്ററി ഇവർക്കുള്ളതാണ്. ഈ സംഘം ഇപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട്. നേരത്തെയും മോഷണം നടത്തിയ സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പരിചയമുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വെള്ളൂരിൽ നിന്നും ഇവരാണെന്നും കരുതുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദൃശ്യങ്ങൾ, മോഷണ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുമായി കുറുവ സംഘത്തിൽപ്പെട്ട ഒരാളുടെ ദൃശ്യം CCTV-യിൽ പതിഞ്ഞത്. ഉന്മേഷ്. മനീഷെ, ഇനിയും ഏത് തരത്തിലാണ് പോലീസിന്റെ അന്വേഷണം? ഈ വെള്ളൂരിൽ ഒളി താവളത്തിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ടോ? വ്യക്തമായ സൂചനകൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ മറ്റ് സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു ജില്ലയിൽ ഇത്തരത്തിൽ കുറുവ സംഘത്തിന് വേണ്ടിയിട്ടുള്ള അലേർട്ട് കൊടുക്കുമ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും, അതായത് ഈ മോഷണം നടന്ന പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു നിശ്ചിത നൈറ്റ് പെട്രോളിംഗ് കർശനമായി നടത്തണം. സാധാരണ നടത്തുന്ന പെട്രോളിംഗിൽ ഉപരി സേനയിൽ ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് പെട്രോളിംഗ് നടത്തണമെന്ന് നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചുള്ള അന്വേഷണവുമുണ്ട്. ഇപ്പോൾ ഈ വെള്ളൂരിൽ എത്തിയിരിക്കുന്നത്, കാരണം ഈ ദിവസങ്ങളായി ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നും വെള്ളൂർ ഭാഗത്തേക്ക് ഇവർ പോയിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ നിന്നും പുറത്തേക്ക് മറ്റിടങ്ങളിലേക്ക് പോയതായി പോലീസ് സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. അതിനർത്ഥം അവിടെ എവിടെയോ ഒരു ഒളിത്താവളം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ മോഷണ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ മോഷ്ടിക്കാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കയറി കളവ് നടത്താനല്ല ഈ വെള്ളൂരിൽ എത്തിയിരിക്കുന്നത്. രഹസ്യമായി എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതുമല്ല, സാധാരണ രീതിയിൽ ഈ കുറുവ സംഘം മോഷണത്തിന് ഇറങ്ങുന്ന സമയം 12 മണിക്കും 2 മണിക്കും ശേഷമാണ്. ഈ 2 മണിക്ക് ശേഷം എവിടെയും, അതായത് പുലർകാലങ്ങളിൽ 4 മണി 5 മണി സമയങ്ങളിൽ എവിടെയും ഈ കുറുവ സംഘം ഇതിനു മുമ്പ് എവിടെയും ഒരിക്കൽ പോലും ഈ മോഷണം നടത്തിയതായിട്ടുള്ള നേരത്തെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പുലർച്ചെ 5:30 മണിക്ക് ഈ വേഷത്തിൽ പോയത് മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആഹാരം വാങ്ങാനോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പോയതായിരിക്കാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ശരി, മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകിയായിരുന്നു. കോട്ടയം വെള്ളൂരിൽ കുറുവ സംഘം എന്ന സൂചന പോലീസിന് ഒളിത്താവളത്തിൽ എന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം.